ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു PKPSC സ്റ്റഡീസ്. എല്ലാവർക്കും PKPSC സ്റ്റഡീസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2026 ജനുവരി 15 വന്ന PSC ബുള്ളറ്റിൻ്റെ കറണ്ട് അഫയേഴ്സ് ആണ്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യം നമുക്ക് നിയമനങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. കേരള ഹൈക്കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസായി നിയമിതനായത്. കേരള ഹൈക്കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസായി നിയമിതനായത് ജസ്റ്റിസ് സൗമൻ സെൻ. ജസ്റ്റിസ് സൗമൻ സെൻ കേരള ഹൈക്കോടതിയുടെ 40ാമത്തെ ചീഫ് ജസ്റ്റിസാണ് ജസ്റ്റിസ് സൗമൻ സെൻ. 2026 ജനുവരി 10 അദ്ദേഹം നിയമിതനായത്. വ്യോമസേന ഉപമേധാവിയായി നിയമിതനായത് എയർ മാർഷൽ നാഗേഷ് കപൂർ. വ്യോമസേന ഉപമേധാവിയായി നിയമിതനായത് എയർ മാർഷൽ നാഗേഷ് കപൂർ. ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ FCI ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായി നിയമിതനായത് RK അഗർവാൾ. രബീന്ദ്രകുമാർ അഗർവാൾ എന്നാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര്. ഇന്ത്യൻ ചരിത്ര കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് രാജൻ ഗുരുക്കൾ. ഇന്ത്യൻ ചരിത്ര കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് രാജൻ ഗുരുക്കൾ. അദ്ദേഹം ഒരു മലയാളിയാണ്. അടുത്തത് പുരസ്കാരങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. മലയാളത്തിലെ ആദ്യ ചെറുകഥാകാരൻ വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാരുടെ സ്മരണാർത്ഥം നൽകിവരുന്ന കേസരി നായനാർ പുരസ്കാരം നേടിയത് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. മലയാളത്തിലെ ആദ്യ ചെറുകഥാകാരൻ വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാരുടെ സ്മരണാർത്ഥം നൽകിവരുന്ന കേസരി നായനാർ പുരസ്കാരം നേടിയത് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. മലയാളത്തിലെ ആദ്യ ചെറുകഥയാണ് വാസനാവികൃതി. 1891 വിദ്യാവിനോദിനി എന്ന് പറയുന്ന മാസികയിലാണ് ഇത് ആദ്യമായിട്ട് പ്രസിദ്ധീകരിച്ചത്. ഇദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥമാണ് കേസരി നായനാർ പുരസ്കാരം നൽകി വരുന്നത്. 2025 കേസരി നായനാർ പുരസ്കാരമാണ് കൈതപ്രം ദാമോദരൻ നമ്പൂതിരിക്ക് ലഭിച്ചിട്ടുള്ളത്. അടുത്തത് ഇത്തവണത്തെ സർഗപ്രഭ പുരസ്കാരം നേടിയത് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. ഇത്തവണത്തെ സർഗപ്രഭ പുരസ്കാരം നേടിയത് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. ഭരത് മുരളി കൾച്ചറൽ സെൻ്ററിൻ്റെ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് നേടിയത് നടൻ ജഗതി ശ്രീകുമാർ. ഭരത് മുരളി കൾച്ചറൽ സെൻ്ററിൻ്റെ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് നേടിയത് നടൻ ജഗതി ശ്രീകുമാർ. സുഗതകുമാരിയുടെ സ്മരണയ്ക്കായി സോൾ ലൈറ്റ് ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ ഏർപ്പെടുത്തിയ പുരസ്കാരം നേടിയത് പ്രഭാവർമ്മ. കൃതി രൗദ്രസാത്വികം. സുഗതകുമാരിയുടെ സ്മരണയ്ക്കായി സോൾ ലൈറ്റ് ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ ഏർപ്പെടുത്തിയ പുരസ്കാരം നേടിയത് പ്രഭാവർമ്മ. കൃതി രൗദ്രസാത്വികം. രൗദ്രസാത്വികം എന്ന കൃതിക്കാണ് പ്രഭാവർമ്മയ്ക്ക് സുഗതകുമാരിയുടെ സ്മരണയ്ക്കായി നൽകുന്ന സോൾ ലൈറ്റ് ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ ഏർപ്പെടുത്തിയ പുരസ്കാരം ലഭിച്ചത്. അടുത്തത് പ്രേം നസീർ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് പുരസ്കാരം നേടിയത് ലാലു അലക്സ്. പ്രേം നസീർ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് പുരസ്കാരം നേടിയത് ലാലു അലക്സ്. TP മാധവൻ സ്മാരക പുരസ്കാരം. TP മാധവൻ സ്മാരക പുരസ്കാരം 2 പേർക്ക് ലഭിച്ചിട്ടുണ്ട്. മധുവിനും ജഗതി ശ്രീകുമാറിനുമാണ് TP മാധവൻ സ്മാരക പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. അടുത്ത പുരസ്കാരം വിലാസിനി നോവൽ പുരസ്കാരം. വിലാസിനി നോവൽ പുരസ്കാരം ലഭിച്ചത് സലിൻ മാങ്കുഴിക്കാണ്. കൃതി ആനന്ദലീല. സലിൻ മാങ്കുഴിയുടെ ആനന്ദലീല എന്ന കൃതിക്കാണ് വിലാസിനി നോവൽ പുരസ്കാരം ലഭിച്ചത്. സംസ്ഥാന സർക്കാരിൻ്റെ ഈ വർഷത്തെ ഹരിവരാസനം പുരസ്കാരം നേടിയത് തിരുവിഴ ജയശങ്കർ. തിരുവിഴ ജയശങ്കറിനാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഈ വർഷത്തെ ഹരിവരാസനം പുരസ്കാരം ലഭിച്ചത്. ഇദ്ദേഹം നാദസ്വര വിദ്വാനാണ്. 2026 ഹരിവരാസനം അവാർഡാണ് ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ളത്. അടുത്തത് 8ാമത് കാക്കനാടൻ പുരസ്കാരം നേടിയത് കഥാകൃത്ത് വിനു എബ്രഹാമാണ്. 8ാമത് കാക്കനാടൻ പുരസ്കാരം നേടിയത്. അടുത്തത് മലയാറ്റൂർ ഫൗണ്ടേഷൻ പ്രഥമ സമഗ്ര സംഭാവന പുരസ്കാരം. മലയാറ്റൂർ ഫൗണ്ടേഷൻ്റെ പ്രഥമ സമഗ്ര സംഭാവന പുരസ്കാരം നേടിയത് അരുന്ധതി റോയാണ്. അരുന്ധതി റോയ്ക്കാണ് ഈ വർഷത്തെ മലയാറ്റൂർ ഫൗണ്ടേഷൻ്റെ പ്രഥമ സമഗ്ര സംഭാവന പുരസ്കാരം ലഭിച്ചത്. ചുനക്കര രാമൻകുട്ടി പുരസ്കാരം നേടിയത് ഡോക്ടർ റഷീദ് മഞ്ഞപ്പാറ.
ചുനക്കര രാമൻകുട്ടി പുരസ്കാരം നേടിയത് ഡോക്ടർ റഷീദ് മഞ്ഞപ്പാറ. അടുത്തത് പ്രതിരോധത്തിൻ്റെ ഭാഗത്ത് വരുന്ന കറണ്ട് അഫയേഴ്സാണ്. തീരദേശ സംരക്ഷണ സേന തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത മലിനീകരണ നിയന്ത്രണ കപ്പൽ സമുദ്രപ്രതാപ്. തീരദേശ സംരക്ഷണ സേന തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത മലിനീകരണ നിയന്ത്രണ കപ്പൽ സമുദ്രപ്രതാപ്. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽ ലിമിറ്റഡ് HAL രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ച പുതുതലമുറ ഹെലികോപ്റ്റർ ധ്രുവ് NG. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽ ലിമിറ്റഡ് HAL രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ച പുതുതലമുറ ഹെലികോപ്റ്റർ ധ്രുവ് NG. ഒഡീഷ തീരത്ത് DRDO വിജയകരമായി പരീക്ഷിച്ച ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച അർദ്ധ ബാലിസ്റ്റിക് മിസൈലുകൾ പ്രളയ്. ഒഡീഷ തീരത്ത് DRDO വിജയകരമായി പരീക്ഷിച്ച ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച അർദ്ധ ബാലിസ്റ്റിക് മിസൈലുകൾ പ്രളയ്. ഇന്ത്യയിൽ 5-ാം നൂറ്റാണ്ടിൽ ഉപയോഗിച്ചിരുന്ന കപ്പലുകളുടെ മാതൃകയിൽ ഇന്ത്യൻ നാവികസേന നിർമ്മിച്ച കപ്പൽ INS V കൗണ്ടിന്യ. ഇന്ത്യയിൽ 5-ാം നൂറ്റാണ്ടിൽ ഉപയോഗിച്ചിരുന്ന കപ്പലുകളുടെ മാതൃകയിൽ ഇന്ത്യൻ നാവികസേന നിർമ്മിച്ച കപ്പൽ INS V കൗണ്ടിന്യ. അടുത്ത് നമുക്ക് ലോകത്തിൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന കറണ്ട് അഫയേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. വെനസ്വേലയുടെ ഇടക്കാല പ്രസിഡന്റായി ചുമതലയേറ്റത് ഡെൽസി റോഡ്രിഗസ്. വെനസ്വേലയുടെ ഇടക്കാല പ്രസിഡന്റായി ചുമതലയേറ്റത് ഡെൽസി റോഡ്രിഗസ്. യൂറോപ്യൻ യൂണിയൻ്റെ ഏകീകൃത കറൻസിയായ യൂറോ ഔദ്യോഗികമായി സ്വീകരിക്കുന്ന 21ാമത്തെ രാജ്യം ബൾഗേറിയ. യൂറോപ്യൻ യൂണിയൻ്റെ ഏകീകൃത കറൻസിയായ യൂറോ ഔദ്യോഗികമായി സ്വീകരിക്കുന്ന 21ാമത്തെ രാജ്യം ബൾഗേറിയ. 2026 ജനുവരി 1 മുതലാണ് ഇത് പ്രാബല്യത്തിൽ വരുന്നത്. ബൾഗേറിയയുടെ പഴയ കറൻസിയാണ് ലെവ്. ബൾഗേറിയയുടെ പഴയ കറൻസിയാണ് ലെവ്. വെനസ്വേലൻ ഭരണാധികാരി നിക്കോളസ് മഡുറോയെ പിടികൂടാനായി കാരക്കാസിൽ US നടത്തിയ സൈനിക നടപടി ഓപ്പറേഷൻ അബ്സല്യൂട്ട് റിസോൾവ്. ഓപ്പറേഷൻ അബ്സല്യൂട്ട് റിസോൾവ്. വെനസ്വേലൻ ഭരണാധികാരി നിക്കോളസ് മഡുറോയെ പിടികൂടാനായി കാരക്കാസിൽ US നടത്തിയ സൈനിക നടപടി ഓപ്പറേഷൻ അബ്സല്യൂട്ട് റിസോൾവ്. 2025 ചൈനയെ മറികടന്ന് അരി ഉൽപ്പാദനത്തിൽ ഒന്നാമതെത്തിയ രാജ്യം ഇന്ത്യ. 2025 ചൈനയെ മറികടന്ന് അരി ഉൽപ്പാദനത്തിൽ ഒന്നാമതെത്തിയ രാജ്യം ഇന്ത്യ. അടുത്തത് നമുക്ക് വിയോഗങ്ങൾ നോക്കാം. ഈയിടെ അന്തരിച്ച ബംഗ്ലാദേശിൻ്റെ ആദ്യ വനിതാ പ്രധാനമന്ത്രി. ഈയിടെ അന്തരിച്ച ബംഗ്ലാദേശിൻ്റെ ആദ്യ വനിതാ പ്രധാനമന്ത്രി ബീഗം ഖാലിദ സിയ. ഈയിടെ അന്തരിച്ച ബംഗ്ലാദേശിൻ്റെ ആദ്യ വനിതാ പ്രധാനമന്ത്രി ബീഗം ഖാലിദ സിയ. ബംഗ്ലാദേശിൻ്റെ മുൻ പ്രസിഡന്റ് സിയാവുർ റഹ്മാൻ്റെ പത്നിയാണ് ഇവർ. ഈയിടെ അന്തരിച്ച മുൻ മന്ത്രി VK ഇബ്രാഹിം കുഞ്ഞ്. 2011 മുതൽ 2016 വരെയുള്ള ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരുന്നു ഇദ്ദേഹം. ഈയിടെ അന്തരിച്ച മുൻ കേന്ദ്രമന്ത്രിയും 1996 മുതൽ 2012 വരെ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റുമായിരുന്ന വ്യക്തി സുരേഷ് കൽമാടി. ഈയിടെ അന്തരിച്ച മുൻ കേന്ദ്രമന്ത്രിയും 1996 മുതൽ 2012 വരെ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ്റെ പ്രസിഡന്റുമായിരുന്ന വ്യക്തി സുരേഷ് കൽമാടി. 2026 ജനുവരി 7 അന്തരിച്ച വിഖ്യാത പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ മാധവ് ധനഞ്ജയ ഗാഡ്ഗിൽ. 2026 ജനുവരി 7 അന്തരിച്ച വിഖ്യാത പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ മാധവ് ധനഞ്ജയ് ഗാഡ്ഗിൽ. അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് പശ്ചിമഘട്ടം ഒരു പ്രണയകഥ. ആത്മകഥ പശ്ചിമഘട്ടം ഒരു പ്രണയകഥ. 2026 ജനുവരി 15 വന്ന PSC ബുള്ളറ്റിനിലെ കറണ്ട് അഫെയർസ് ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. PSC ബുള്ളറ്റിനിൽ വരുന്ന കറണ്ട് അഫെയർസിൻ്റെ പ്രാധാന്യം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. അപ്പോൾ തുടർന്നും PSC ബുള്ളറ്റിൻ്റെ കറണ്ട് അഫെയർസ് ചോദ്യങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. താങ്ക്